സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് യാതൊരു പരിഗണനയും ബജറ്റിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതിയാണ് ഈ ബജറ്റ്. യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റാണിതെന്നും വി ഡി സതീശൻ വിമർശിച്ചു. ഭൂനികുതി വർധനയിൽ UDF സമരം ആലോചിക്കുന്നുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഫെയർവെൽ ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. അവസാനത്തെ ബഡ്ജറ്റാണ്. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് തെറ്റായ കണക്കുകളാണ് ബജറ്റിലെന്ന പ്രതിപക്ഷ ആരോപണം തള്ളുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന്റെ ധനസ്ഥിതിയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബജറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തനതു നികുതി വരുമാനം വർദ്ധിച്ചു. കപട കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ അല്ല ബജറ്റിൽ അവതരിപ്പിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞു. ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും പ്രതിപക്ഷം പറയും. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ നോക്കുന്ന ആളുകളെന്ന നിലയിൽ ഇതിൻ്റെ ഓരോ ഭാഗവും നോക്കണം എന്ന് പറയാനാണ്. ബഡ്ജറ്റിനകത്ത് നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നേരത്തെയുള്ള കടുത്ത ഒരു സ്ഥിതിയെക്കാളും മാറി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആകെ ഇതിനെ കവർ ചെയ്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സിറ്റിസൺ ബജറ്റിലും ഉണ്ട്. നമ്മുടെ ബജറ്റ് ഇൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൗണ്ടും ഉണ്ട്. ജനങ്ങളെ നിരാശയിലാക്കുന്ന ബജറ്റാണിതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിമർശിച്ചു. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ ഒന്നുമില്ല. മൈതാനത്തെ പ്രസംഗം പോലെയാണ് ബജറ്റെന്നും K. സുരേന്ദ്രൻ വിമർശിച്ചു. പുത്തരിക്കണ്ടം മൈതാനത്ത് KN ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും. ഒരു മൈതാന പ്രസംഗം പോലെയാണ് ഈ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേരളത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനാണ് അദ്ദേഹം സമയം ഇടയ്ക്കിടെ ഉപയോഗിച്ചത്. വനസംരക്ഷണത്തിനും വന്യമൃഗശല്യം നേരിടാനും ബജറ്റിൽ തുക കൂട്ടി. വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള പദ്ധതിക്ക് 70 കോടിയാണ് വകയിരുത്തിയത്. RRTകളുടെ എണ്ണം 28 ആക്കും. പാമ്പുകടി മരണം ഇല്ലാതാക്കാനുള്ള പ്രത്യേക പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 25 കോടി രൂപയാണ് വകയിരുത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള സഹായമായി 2011-16 കാലയളവിൽ 39.52 കോടിയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ 2016-21 കാലയളവിൽ 91.36 കോടി വിതരണം ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 129.51 കോടി രൂപ ഈ ഇനത്തിൽ സഹായധനമായി വിതരണം ചെയ്തിട്ടുണ്ട്. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നു എന്ന് ധനമന്ത്രി പറഞ്ഞു. 2025 അവസാനത്തോടെ ദേശീയപാത തുറന്നുകൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ ദേശീയപാത വഴി MLA-മാർക്ക് നിയമസഭയിൽ എത്താമെന്നും ധനമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം സർ, അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെ MLA-മാർക്ക് വീതിയേറി 6 വരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയും. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് 2016 മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. 2025 അവസാനത്തോടു കൂടി ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപയോളം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ നൽകിയുണ്ടായി. ഇതുകൂടാതെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുകയാണ്.